ഇവർ നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് തറപ്പിച്ചവർ പറയുന്നു. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുന്നു, ദൈവമില്ല എന്നതിന് എന്താണ് തെളിവ്? അപ്പൊ ദൈവമില്ല എന്നതിന് there is no evidence. ഒരു തെളിവുമില്ലാതെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. തെളിവില്ലാതെ വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുക. അപ്പൊ നാസ്തികത അന്ധവിശ്വാസമാണ്. കാരണം ദൈവമില്ല എന്ന് അവർ വിശ്വസിക്കുന്നു വിത്തൗട്ട് എനി പ്രൂഫ്, നോ എവിഡൻസ്. ഒരു തെളിവുമില്ലാതെ അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. ഉണ്ട് എന്ന് വാദിക്കാൻ മാത്രമാണ് തെളിവിന്റെ ആവശ്യമുള്ളൂ, ഇല്ല എന്ന് വാദിക്കാൻ തെളിവിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. അതും അന്ധവിശ്വാസമാണ്. അതിനെന്താ തെളിവ്? ഏതൊരു വിഷയം വാദിക്കുമ്പോൾ തെളിവ് വേണമെന്നാണ്. ഉണ്ട് എന്ന് വാദിച്ചാലും ഇല്ല എന്ന് വാദിച്ചാലും. ഇല്ല എന്ന് വാദിച്ചാൽ തെളിവ് വേണ്ട എന്നത് ഒരു അന്ധവിശ്വാസം. അല്ല, സത്യത്തിൽ ഇങ്ങനെ ശരിക്കും എന്തോ ഈ പറയണേ? അല്ലെ, ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അറിവിൽ ഞാൻ ഇതുവരെ ഒരു ദൈവത്തിന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ദൈവം ഇല്ല എന്ന് ചോദിച്ചാൽ ദൈവം ഉണ്ട് എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അവരോട് തെളിവ് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല, നമ്മളോട് തെളിവ് ചോദിച്ചാൽ നമുക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് തെളിയിക്കാൻ അത് ഉണ്ടാവണം, എന്നാൽ മാത്രമേ തെളിയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഉണ്ട് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് തെളിയിക്കാൻ കുറെ വഴികളുണ്ട്. കാരണം അതില്ല, അതങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേ അവസ്ഥ തന്നെയാണ് ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നിയത്. സോ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ വിശ്വാസം പോലെ ഉണ്ട് എന്ന് വിശ്വസിക്കാനാണെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോ, ഇല്ല എന്നാണെങ്കിൽ അങ്ങനെയും വിശ്വസിച്ചോ. പക്ഷെ ഇതിന്റെ പേരും പറഞ്ഞ് തമ്മിത്തല്ലുണ്ടാക്കുന്നില്ലേ, അത് മാത്രം ഒഴിവാക്കിയാൽ മതി. പിന്നെ ഈ ബാക്കിയുള്ള വിശ്വാസം, അന്ധവിശ്വാസം, മറ്റു വിശ്വാസം, അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സാണ്, വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. എന്തായാലും ഇവിടെ പ്രൂഫ് കാണിക്കാൻ മാത്രം ആരുടെ ഭാഗത്തോ ഒരു തേങ്ങയുമില്ല. എല്ലാം ഓരോ ആൾക്കാരുടെ വിശ്വാസം, അത്ര മാത്രമേ ഉള്ളൂ.